ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ യാത്ര എങ്ങോട്ടാണെന്നാകുമല്ലേ? ഒരു ചെറിയ കുന്നിൻ മുകളിൽ തണൽ മരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ഞാൻ. അതെ, ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. 200-ലേറെ വർഷം പഴക്കമുള്ള ഈ കെട്ടിട സമുച്ചയം ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ മലബാർ കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയും ഓഫീസുമായി പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടമാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൃഷ്ണമേനോൻ മ്യൂസിയം. ഒരൊറ്റ കോമ്പൗണ്ടിൽ 2 മ്യൂസിയങ്ങളാണുള്ളത്, പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയവും കൃഷ്ണമേനോൻ മ്യൂസിയവും. ഇതിൻ്റെ തൊട്ടടുത്തായി ഒരു 3D തിയേറ്ററും ഉണ്ട് കേട്ടോ. പക്ഷേ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിൽ മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. മറ്റു രണ്ടും അടഞ്ഞു കിടക്കുകയാണ്. പൊതുവെ ചരിത്ര സംബന്ധമായ വിഷയങ്ങളോട് വളരെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്നിൽ കൗതുകം ജനിപ്പിക്കുന്നുമുണ്ട് കേട്ടോ. എല്ലാവരും വന്നേ, നമുക്കിനി മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. കാലാകാലങ്ങളിൽ നിലനിന്നിരുന്ന നാണയങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിനു പുറമെ ഒട്ടേറെ കാഴ്ചകളാണ് ഞാൻ അവിടെ കണ്ടത്. സൈനിക തൊപ്പി, വാളുകൾ, പുരാതനമായ മരപാത്രങ്ങൾ, വിവിധ ലോഹങ്ങളിൽ തീർത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ, പല സ്ഥലത്തു നിന്നും ശേഖരിച്ച ഓട്ടുപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ എന്നിവയുടെ ഒരു വലിയൊരു ശേഖരം തന്നെയായിരുന്നു അവിടെ. അതുപോലെ ഇരുമ്പ് യുഗത്തിലും ശിലായുഗത്തിലുമൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയും എനിക്കവിടെ കാണാനായിട്ട് സാധിച്ചു. ഈ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അവിടെ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഒരു റെഫറൻസ് പോലെ നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് വായിക്കാവുന്നതാണ്. നല്ലൊരു ലൈബ്രറിയും ഒരു ഹാള് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാവുന്നതാണ്. പണ്ടൊക്കെ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന ഉപാധികളുടെ മാതൃകളായ കൂടക്കല്ല്, പത്തിക്കല്ല്, പെട്ടിക്കല്ലറ, നന്നങ്ങാടികൾ എന്നിവയും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ചരിത്ര സംഭവങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് അറിവുകളാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്തരത്തിലുള്ള വീഡിയോസുമായി ഇനിയും വരുന്നതാണ്. ടാറ്റാ.